ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എജ്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡ് ടേബിൾ അല്ലേ. അപ്പൊ നമുക്ക് പഠിക്കാം ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡ് ടേബിൾ. അതിന് മുന്നേ മനസ്സിലാക്കാം, ഈ പഠിപ്പിക്കുന്നതിന്റെ സോഴ്സ് കൃത്യമായിട്ട് അറിയുക. NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കും കേരള PSCന്റെ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പീരിയോഡ് ടേബിൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ നോക്കൂ, നമ്മൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് പീരിയോഡ് ടേബിൾ ആണ്? നമുക്കറിയാം, ഹെൻറി മോസിൽ തയ്യാറാക്കിയെടുത്ത സയന്റിസ്റ്റിന്റെ പേരെന്താ? ഹെൻറി മോസിൽ തയ്യാറാക്കിയെടുത്ത ഒരു പീരിയോഡ് ടേബിൾ അല്ലെ. ഹെൻറി മോസിലി എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം 1913 തയ്യാറാക്കിയെടുത്ത ഒരു പീരിയോഡ് ടേബിൾ ഉണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? മുകളിലേക്ക് നോക്കണേ. മോഡേൺ പീരിയോഡ് ടേബിൾ. മറന്നുപോലെ എന്താ ഇതിന്റെ വിളിപ്പേര്? മോഡേൺ പീരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞു വിളിക്കുക അല്ലെ. എന്താ വിളിപ്പേര്? മോഡേൺ പീരിയോഡ് ടേബിൾ ആണ്. ഹെൻറി മോസിൽ തയ്യാറാക്കിയെടുത്തു. എപ്പോഴാ വർഷം? നോക്കൂ, 1913 ഹെൻറി മോസിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അതിന്റെ വിളിപ്പേര് ഒന്നെങ്കിൽ വിളിപ്പേര് MBT, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? മോഡേൺ പീരിയോഡ് ടേബിൾ. എന്തിനെ അടിസ്ഥാനമാക്കിയിരുന്നു? അറ്റോമിക് നമ്പർ. മറന്നുപോലെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കി ഹെൻറി മോസിൽ തയ്യാറാക്കിയെടുത്ത ഒരു MBT അല്ലെങ്കിൽ വിളിപ്പേരെന്താ? മോഡേൺ പീരിയോഡ് ടേബിൾ. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡേൺ പീരിയോഡ് ടേബിളിലെ പിതാവാരായിരുന്നു? ഹെൻറി മോസിൽ. നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഞാനൊന്ന് പറയുകയാണ്. നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് 118 മൂലകങ്ങൾ അടങ്ങിയ ഹെൻറി മോസിലിയുടെ മോഡേൺ പീരിയോഡ് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് മലയാളത്തിൽ വിളിക്കും. 1913 കണ്ടുപിടിച്ചതാ. എന്തിനെ അടിസ്ഥാനമാക്കി? അറ്റോമിക് നമ്പറിലേക്ക്. നമ്മളിപ്പോ ആദ്യം പഠിക്കാൻ പോകുന്നതല്ല, നമ്മൾ ശരിക്കും ഏർലിയർ ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും മുകളിലേക്ക് നോക്കിയടേ ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. മറന്നുപോലെ നമ്മുടെ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ഏർലിയർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നിലവിൽ ഈ 1913 എത്തിച്ചേർന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനു മുന്നേ കുറെ ആളുകൾ കുറെ ടൈപ്പ് ഓഫ് പീരിയോഡ് ടേബിൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എവിടെ എത്തും? ഇവിടെ എത്തും. ഈ MBT നമ്മൾ എത്തും. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പം മനസ്സിലുണ്ടാവണം, നിലവിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിച്ചിരിക്കുന്നതും ലോകത്തിൽ നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പീരിയോഡ് ടേബിളാ? ഹെൻറി മോസിൽ കണ്ടുപിടിച്ച അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള 1913 MBT അല്ലെങ്കിൽ വിളിപ്പേരെന്താ? മോഡേൺ പീരിയോഡ് ടേബിൾ. പഠിച്ചായിരുന്നല്ലോ. റൈറ്റ് ആണേ. എങ്കിൽ വീണ്ടും മനസ്സിലേക്ക് ആലോചിച്ചേ. നമ്മൾ ആദ്യം പഠിക്കുന്ന ആരെ പറ്റി? ലാവോസിയർ പീരിയോഡ് ടേബിൾ അല്ലേ. ലാവോസിയർ, അതായത് ഈ ലോകത്തിൽ ആദ്യമായിട്ട്, ഇത്രയും വായിക്കുന്നേ, ഈ ലോകത്തിൽ ആദ്യമായിട്ട്, മുകളിലേക്ക് നോക്കണേ, ഈ ലോകത്തിൽ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂലക വർഗീകരണം, ഒരു എലമെന്റ്സിന്റെ ശരിക്കും ഒരു സിമ്പിൾ വർഗീകരണം കൊണ്ടുവരുന്ന ആരാണ്? ലാവോസിയർ. മറന്നുപോലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കൊണ്ടുവരുന്ന ശരിക്കും സയന്റിസ്റ്റിന്റെ പേരെന്താ? ആന്റോൺ ലാവോസിയർ. സയന്റിസ്റ്റിന്റെ പേര് കിട്ടിയായിരുന്നോ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്ന പേഴ്സണാലിറ്റിന്റെ പേരെന്താണ്? സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ. ആന്റോൺ ലാവോസിയർ. കിട്ടിയോ? ആരാത്? ആന്റോൺ ലാവോസിയർ ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആദ്യ ക്ലാസിഫിക്കേഷൻ വരുന്ന വർഷം എപ്പോഴാ? 1789 അല്ലേ. അപ്പൊ 1789 ഈ ലോകത്തിലെ ആദ്യ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സയന്റിസ്റ്റിന്റെ പേരെന്താ? ആന്റോൺ ലാവോസിയർ. മറന്നുപോലെ ആരാത്? ലാവോസിയർ ആണ്. എങ്ങനെ ക്ലാസിഫൈ ചെയ്തേ? അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളെയും മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ. അപ്പൊ 1789 ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളെയും മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ, ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ. ആന്റോൺ ലാവോസിയർ. മറന്നുപോലെ. അപ്പൊ എങ്ങനെ 1700 അപ്പൊ ഇവിടെ 3-4 ചോദ്യമായിട്ടുണ്ട്. ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു ക്ലാസിഫൈഡ് എലമെന്റ്സ് ഇൻടു മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ, ആന്റോൺ ലാവോസിയർ. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഹാപ്പൻ ഇൻ വിച്ച് ഇയർ? 1789. അപ്പൊ ആലോചിക്കണം, ആ സമയത്ത് ഏകദേശം 8ഓളം മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. 8ഓളം മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. അപ്പം പക്ഷേ സംഭവം പറ്റിയെന്ന് വെച്ചാൽ വർഗീകരണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. അതെങ്ങനെ? അത് ഫ്രഞ്ച് റവല്യൂഷൻ. നിങ്ങൾ ആലോചിച്ചേ. ഇൻ 1789, ഇത് 89 തന്നെയായിരുന്നു നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിക്കുന്ന വർഷം ഏതാണ്? 1789 തന്നെയായിരുന്നു എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചതാ. അപ്പൊ ആ റവല്യൂഷനിൽ കൊല്ലപ്പെട്ടു. ലാവോസിയർ വാസ് കിൽഡ്. അപ്പൊ ചോദ്യമായി, only one scientist who killed in French Revolution. 1789 ഫ്രഞ്ച് റവല്യൂഷനിൽ കൊല്ലപ്പെട്ട ഒരേ ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ആന്റോൺ ലാവോസിയർ. പഠിച്ചോ നിങ്ങള്? അപ്പൊ അതെല്ലാം കേരള PSCന്റെ വർഷങ്ങളായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
അപ്പൊ only one scientist who killed in ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ഒരേ ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ലവോസിയർ. അപ്പൊ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ശേഷം പിന്നെ നമുക്കറിയാം ഇപ്പൊ ഒരു സൈഡിൽ കൃത്യമായിട്ട് മൂലകങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മറു സൈഡിൽ വർഗീകരണത്തിന്റെ സ്റ്റൈൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലാവോസിയർ ഒരു സ്റ്റൈൽ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. ഇനി ഈ സ്റ്റൈല് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം അദ്ദേഹം മരിച്ചു 2 മാസം കഴിയുമ്പോഴും. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം പുതിയ പുതിയ മൂലകങ്ങൾ ഇങ്ങനെ ഒരുപാട് വരികയാണ്. പുതിയ പുതിയ മൂലകങ്ങൾ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങോട്ട് സഫീഷ്യന്റ് ആകാതെ വന്നു. ഹിസ് ക്ലാസിഫിക്കേഷൻ വാസ് ഇൻസഫിഷ്യന്റ് ടു ക്ലാസിഫൈ ദി എലമെന്റ്സ്. അപ്പം ഇദ്ദേഹത്തിന്റെ മരണശേഷം പിന്നെയുള്ള മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഇദ്ദേഹം പറഞ്ഞ പോലെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്ന വർഗീകരിക്കാൻ കഴിയാതെ വന്നു. കാരണം പിന്നെയായിരുന്നു ആരുടെ കണ്ടുപിടുത്തം? മെറ്റലോയിഡ്സ്. ആരാണ് മെറ്റലോയിഡ്സ്? നമുക്കറിയാം. നോക്കൂ, മെറ്റലോയിഡ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരേ സമയം മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ, ഒരേ സമയം ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ക്യാരക്ടർ കാണിച്ചാൽ നമുക്ക് അയാളെ എന്ത് വിളിക്കാടെ? മെറ്റലോയിഡ്സ്. മറന്നുപോകല്ലേ? നോക്കണേ, ഒരേ സമയം ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ക്യാരക്ടർ കാണിച്ചാൽ നമുക്ക് അവർ എന്ത് വിളിക്കാടെ? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു വിളിക്കാം അല്ലെ? എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു വിളിക്കാം. അപ്പോഴ് ആരാ എക്സാമ്പിൾ? സിലിക്കൺ. സിലിക്കൺ is an example of metalloid. ജെർമേനിയം is an example of metalloid. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ബോർഡിലേക്ക് നോക്ക്. സിലിക്കൺ, ജെർമേനിയം പോലുള്ള മൂലകങ്ങൾ. ക്ലിയർ അല്ലേ? സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള മൂലകങ്ങളുടെ ഒരു കണ്ടുപിടുത്തം ശരിക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി? ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മനസ്സിലാകണം. മെറ്റലോയിഡ്സിന്റെ കണ്ടുപിടുത്തം ആരെ തകർത്തു? ലാവോസിന്റെ ക്ലാസിഫിക്കേഷൻ തകർത്തു. കാരണം മെറ്റലോയിഡ്സ് ആയിട്ടുള്ള സിലിക്കൺ, ജെർമേനിയം മൂലകങ്ങളുടെ പൊസിഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല? ലാവോസിനെ കൊണ്ട് കഴിഞ്ഞില്ല. അദ്ദേഹം ആകെ പറഞ്ഞ കാര്യം എന്താ? മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ. ഇതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം മെറ്റൽ വേഴ്സസ് നോൺ മെറ്റൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? എങ്കിൽ നോക്കൂ, മെറ്റലോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അതാണ് പ്രശ്നം. കാരണം ഭാവിയിൽ മെറ്റലോയിഡ്സിനെ കണ്ടുപിടിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഇൻസഫിഷ്യന്റ് ആയി പോയി. ദാറ്റ്സ് ആൻ മെയിൻ ഇഷ്യൂ ഡ്യൂ ടു ദി അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ദി നമ്മുടെ ലാവൂസിയർ മോഡൽ. ലാവൂസിയർ മോഡൽ ഫെയിലിയർ ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ അത്രയും മനസ്സിലുണ്ടല്ലോ. ഒന്ന് നമുക്ക് ആ പ്രസ്താവന ഒന്ന് വായിച്ചേക്കാം. ഉള്ളിലേക്ക് നോക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. നോക്കൂ, ഏർലിയർ ക്ലാസിഫിക്കേഷൻ. ആദ്യം പറയുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആരാ കൊണ്ടുവന്നത്? നമ്മുടെ സയന്റിസ്റ്റിന്റെ പേര് ആന്റോൺ ലാവോസിയർ എന്നാണ്. നോക്കൂ, ആന്റോൺ ലാവോസിയർ ഓഫ്റ്റൺ ഹെൽഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. മറന്നുപോകല്ലേ? ഇദ്ദേഹം തന്നെയാണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കണേ, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രം പിതാവ് ആരാടെ? ആന്റോൺ ലാവോസിയർ. ബോഡിയിലുണ്ട്. നോക്ക്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ശരിയല്ലേ? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രം. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ആരാ? അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യന്റെ മോഡൽ ഒന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ടെക്നിക്കൽ പരീക്ഷ PSC സംബന്ധിച്ച് ടെക്നിക്കൽ പരീക്ഷകൾ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ 1 വേഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം കുറച്ച് പോയിന്റ് ആയതിനു ശേഷം ഇത് പറയാൻ പറ്റൂ. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ വന്നേ, ആന്റോൺ ലാവോസിയർ ആണ് ഓഫ്റ്റൺ ഹെയിൽഡ് ആസ് ദി. അപ്പൊ അവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഹി വാസ് ദി ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ക്ലിയർ അല്ലേ? പഠിച്ചേ. അടുത്ത വായിച്ചേ. മേഡ് പ്രൊഫൗണ്ട് contributions to the systematic classification of elements during the late 18th century. ഓക്കെ അല്ലേടെ? നമ്മൾ പറഞ്ഞു 18th century എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ 1700 മുതൽ 1799 വരെയുള്ള കാലഘട്ടം, 1700 മുതൽ 1799 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. 1799 വരെയുള്ള കാലഘട്ടമാണ് ഇത് 18th century. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലേറ്റ് 18th century എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ വർഷം ശരിയല്ലേ? 1789 ആണ്. അപ്പൊ 1789 ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളെയും അദ്ദേഹം ഒന്ന് ക്ലാസിഫൈ ചെയ്തു. ഓൾസോ അദ്ദേഹത്തിന്റെ വിളിപ്പേരുണ്ട്, മോഡേൺ കെമിസ്ട്രിന്റെ പിതാവ് എന്ന് വിളിക്കും. അടുത്ത പോയിന്റ് വായിച്ചേ. ലാവോസിയർ ക്ലാസിഫിക്കേഷൻ വാസ് റൂട്ടഡ് ഇൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് കൺസർവേഷൻ ഓഫ് മാസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ സ്റ്റാർ ചെയ്തേക്കണേ. എന്താ അത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ പിതാവ്. നോക്കണേ, ഫാദർ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ പിതാവ് ആരാ? ആന്റോൺ ലാവോസിയർ. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നോക്ക്, ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ വർഷം ഏതാണ്? 1789. അപ്പോൾ മറ്റൊരു പോയിന്റ് കിടപ്പുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി?
ഇപ്പൊ ലാവോസിയർ തന്നെയാണ് എന്തിന്റെ പിതാവ്? അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയ ഒരു തിയറിയാണ്. തിയറിന്റെ വിളിപ്പേരെന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാവണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1789.